കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പിന്നെ അങ്ങനത്തെ ഒരു പക്ക പടം. മറ്റേ മമ്മൂക്കാരെ ഫൈറ്റിങ്, ഡാൻസ്, നമ്മളെ ഷൈലോക്ക്, അതുപോലെ ബിഗ് ബി, അതുപോലെ നല്ല ഇത് അതും കാട്ടി ഒരു ത്രില്ലർ, ഒരു മൂഡ് പടം. കുറച്ച് ഒരു നീണ്ട വലിവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല വെറൈറ്റി പടം. ഡാൻസ് മമ്മൂട്ടി സ്റ്റെപ്പ് ഇട്ടതല്ലേ, നമുക്ക് നല്ല സ്റ്റെപ്പല്ലേ, കുഴപ്പമില്ല. നല്ല മൂഡ് പടം. ഇപ്രാവശ്യം ഈ പടം തൂക്കും. എനിക്ക് ഇഷ്ടമായി. ലാസ്റ്റ് ട്വിസ്റ്റ് ഒക്കെ പൊളിച്ചായിരുന്നു. സൂപ്പർ. ഫസ്റ്റ് ഹാഫ് ലാഗ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? ഗോകുൽ എങ്ങനെയുണ്ട്? ഗൂഗിൾ നന്നായിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? നല്ല ത്രില്ലറാണ്. നല്ല ട്വിസ്റ്റായിരുന്നു. രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ പടം സർവൈവ് ചെയ്യും. ഗോകുലും കൂടി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു സമയത്ത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കൂടെ കണ്ടിട്ട് ഇപ്പം മമ്മൂട്ടിയും ഗോകുലിനെ കൂടെ കാണുമ്പോൾ ഭയങ്കര കോമ്പോ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഷുവർ. കാര്യം ഞങ്ങളൊക്കെ ഭയങ്കര ഹോപ്പ്ഫുള്ളി നോക്കിക്കൊണ്ടിരുന്ന ഒരു മൂവിയാണ്. ഉറപ്പായിട്ടും ഒരു ഹിറ്റിലോട്ട് തന്നെ പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രസമായിരുന്നു. തിയേറ്ററിൽ തന്നെ കാണണം. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണോ? അതെ. തിയേറ്ററിൽ സർവൈവ് ചെയ്യും. ഏതാ? തിയേറ്ററിൽ സർവൈവ് ചെയ്യും. സർവൈവ്. വെയിറ്റ് കോമ്പിനേഷൻ അല്ലേ, ഒരുപാട് മാസ്റ്റർ മൈൻഡ്സ് ഒരുമിച്ച ഒരു മൂവിയാണ്. ആൻഡ് പേഴ്സണലി ഫോർ മീ വൺ ഓഫ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്സ്, ആളുടെ ഡെബ്യൂ ആണ് ആസ് എ സിനിമാറ്റോഗ്രാഫർ, വിഷ്ണു ദേവ്. വെരി പ്രൗഡ് ഓഫ് ഹിം. സോ നൈസ്. നല്ലൊരു എൻ്റർടൈനറാണ്. മമ്മൂക്കനെ കുറെ നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിൽ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഭയങ്കര രസമായിരുന്നു. പിന്നെ പടം മൊത്തത്തിൽ നല്ല രസമായിരുന്നു. നല്ല വിശ്വാസമായിരുന്നു. തീർച്ചയായിട്ടും ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനത്തെ ഒരു പടമേ അല്ല. ഒരു ഓർഗാനിക് ആയിട്ട് തുടങ്ങി, എന്നാൽ ചില സമയത്ത് ഇത്തിരി ഓവർ ദ ടോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എനിക്കത്ര വർക്കായില്ല. പക്ഷെ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പടം തിയേറ്ററിൽ സർവൈവ് ചെയ്യും. ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളൂ, ഒരു 30 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയുടെ അതേ ട്വിസ്റ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കതത്ര പേഴ്സണലി വർക്കായില്ല. പടം തിയേറ്ററിൽ സർവൈവ് ചെയ്യും. തിയേറ്ററിൽ ഓടും. മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ പടം ഓടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്കത്ര പുതുമ തോന്നിയില്ല. കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ പോലെ ഒരു ആക്ടറിൻ്റെ ഒരു ആക്ഷൻ സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. മമ്മൂക്ക ഇപ്പോഴത്തെ ഓഡിയൻസ് പഠിച്ച് മനസ്സിലാക്കി സിനിമ ചെയ്യുന്നു. ഡയറക്ടറിൽ പഠിക്കണം. മമ്മൂക്ക ആരാടിയാണ്, പടം ഉഗ്രനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തോന്നിപ്പോ കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു വെറൈറ്റി പടമല്ലേ.